Assalamualaikum dear friends, welcome back to Shamys World. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്നത്തെയും പോലെ വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു മധുരത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. പഞ്ചസാരയോ എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കാതെ തന്നെ ശരിക്കും വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകുന്ന ഒരു ഹെൽത്തി മധുരം തന്നെയാണ് ഇത്. മാത്രമല്ല വളരെയധികം പോഷക ഗുണങ്ങളുള്ള ഈ മധുരം തയ്യാറാക്കാൻ വേണ്ടി വെറും 4 ചേരുവ മാത്രം മതി. ഓരോ ദിവസവും കുട്ടികൾക്കും മുതിർന്നവർക്കും ഓരോന്ന് വീതം കഴിക്കാൻ കൊടുക്കുന്നതും അവരുടെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ്. അപ്പോൾ ഇത്രയും പോഷക ഗുണങ്ങളുള്ള മധുരം തയ്യാറാക്കാൻ വേണ്ടി വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഹെൽത്തി ആയിട്ടുള്ള മധുരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എള്ളാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് പാക്കറ്റിലെ എള്ളാണ്, മെഷീൻ ക്ലീൻ ആയിട്ടുള്ള എള്ളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതാവുമ്പോൾ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നമ്മൾ സാധാരണ ലൂസൊക്കെ ഉണ്ടാവുമല്ലോ വാങ്ങുന്നത്, അതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലോണം 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷം അതിൻ്റെ വെള്ളമെല്ലാം വാലാൻ വെച്ച് അത് നന്നായിട്ട് ഒന്നുകിൽ വറുത്തെടുക്കുക, അല്ലെങ്കിൽ വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുത്തതിന് ശേഷം വറുത്തെടുക്കുക. ഇതിൽ നിന്നും ഞാൻ 1 കപ്പ് എള്ള് എടുക്കുകയാണ്. അപ്പോൾ ഇതാകുമ്പോൾ കല്ലും മണ്ണൊന്നും ഉണ്ടാവില്ല, നല്ല ക്ലീൻ ആയിട്ടുള്ള എള്ളാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള കപ്പിന്റെ അളവ് 250 ml കപ്പിന്റെ അളവാണ്. അതിൽ 1 കപ്പ് എടുക്കാം. കറുത്ത എള്ളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ക്ലീൻ ആയിട്ടുള്ള, കണ്ടോ, ക്ലീൻ ആയിട്ടുള്ള എള്ളാണ്. ഇതിൽ അഴുക്കും മണ്ണൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ചായ കുടിക്കുന്ന ഗ്ലാസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ അളവിന് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ എള്ള് എങ്ങനെ വറുത്തെടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫ്ലെയിം ഓണാക്കി ഒരു പാൻ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിന് ചൂടായതിനു ശേഷം ഇതിലോട്ട് 1 കപ്പ് എള്ളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പം ഫ്ലെയിം മീഡിയം ഫ്ലെയിം ആക്കി കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് വറുത്ത് കൊടുക്കണം. ഈ എള്ളൊന്ന് പൊട്ടി വരുന്നത് വരെ നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ അതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വറുത്ത് കൊടുക്കുന്നത്. ഈ എള്ള് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം. ഈ വെള്ള എള്ളിനേക്കാളും കൂടുതൽ നല്ല ആരോഗ്യത്തിന് നല്ലത് കറുത്ത എള്ളാണ്. അപ്പോൾ ദിവസവും എള്ള് കുറച്ചെടുത്ത് 1 സ്പൂൺ എടുത്ത് ചവച്ചരച്ച് കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. അതുമാത്രമല്ല കുട്ടികളുടെ എല്ലിനും മുടി വളരാനും ഈ എള്ള് കൊണ്ട് നല്ലതാണ്. അപ്പോൾ എള്ളിൻ്റെ ഗുണങ്ങളെന്ന് പറയാൻ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ എള്ളിലാണെന്നുണ്ടെങ്കിൽ ഫൈബറിൻ്റെ അളവ് കൂടുതലാണ്. അതുപോലെ തന്നെ രക്തക്കുറവുള്ള കുട്ടികൾക്ക് കൊടുത്താലും അത് നല്ലതാണ്. അപ്പോൾ അതുപോലെ ബുദ്ധി വികാസം കൂടുന്നതിനൊക്കെ എള്ള് കൊണ്ട് നല്ലതാണ്. അപ്പോൾ ഇതുപോലെ പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കുകയും ചെയ്യും. ദിവസം കുറച്ചെങ്കിലും എള്ള് കഴിക്കുക. അപ്പോൾ ഇങ്ങനെ എള്ള് കുറച്ച് കഴിക്കാൻ ബുദ്ധിമുട്ട് ഉള്ളവർക്ക് ഇതുപോലെ മധുരം പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് കഴിക്കും. ഇപ്പോൾ എള്ള് ഇവിടെ പൊട്ടി പൊട്ടി വരുന്നുണ്ടല്ലോ, സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് ചെറുതായിട്ട് ഇതുപോലെ പൊട്ടാൻ തുടങ്ങും. ഒരു 3 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഇതുപോലെ പൊട്ടാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഒരു പാത്രത്തിലോട്ട് മാറ്റാം, ഇട്ട് കൊടുക്കാം. അപ്പോൾ 3 മിനിറ്റ് കൂടുതൽ വറക്കാൻ പാടില്ല, എന്നാൽ ഇത് കരിഞ്ഞു പോകും. നന്നായിട്ട് തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ രണ്ടാമതായിട്ട് ഞാനിവിടെ വെള്ള എള്ളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കറുത്ത എള്ളുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, വെള്ള എള്ളാണ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. 2 പ്രോസസ്സും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ വെള്ള എള്ളും കൂടെ വറുത്ത് അതുപോലെ കാണിച്ചു തരികയാണ്. അപ്പോൾ ഇത് നമുക്ക് പാനിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എള്ള് പൊട്ടി വരുന്ന ശബ്ദം കേട്ടല്ലോ. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇത് തണുക്കാൻ വേണ്ടി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഈ പാനിൽ തന്നെ ഇട്ടിരിക്കാൻ പാടില്ല, ഇതിൽ വെച്ച് തണുപ്പിച്ചാൽ ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഉടനെ തന്നെ ഈർപ്പമൊന്നും ഇല്ലാത്തൊരു പാത്രത്തിലോട്ട് മാറ്റണം. ഇതും നമുക്ക് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഈ മധുരത്തിന് കൂടുതൽ ടേസ്റ്റ് നൽകുന്നത് ഈ കപ്പലണ്ടിയാണ്. അത് 1 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓണാക്കി കൊടുക്കുക, എന്നിട്ട് പാൻ വെച്ച് കൊടുക്കാം. കപ്പലണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ കപ്പലണ്ടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഇതിൽ നിന്നും എണ്ണമയം ഇങ്ങനെ വരും. നമ്മൾ എള്ളായാലും ഈ കപ്പലണ്ടി ആയാലും ഇതിൽ നിന്നും നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ എണ്ണമയം നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ റോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഈ എണ്ണമയം ഉള്ളതുകൊണ്ട് നമുക്ക് എണ്ണയുടെ നെയ്യിൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ല. ഇതിൽ തന്നെ അത്യാവശ്യത്തിന് എണ്ണ ഉണ്ട്. അതുകൊണ്ട് എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഓൾറെഡി ഞാനിവിടെ എടുത്തിട്ടുള്ളത് റോസ്റ്റ് ചെയ്ത കപ്പലണ്ടിയാണ്. നമുക്ക് ഒന്നും കൂടി റോസ്റ്റ് ചെയ്താൽ മാത്രമേ ആ എണ്ണയുടെ അംശം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ സാധാരണ എള്ളുണ്ട ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കപ്പലണ്ടി ചേർത്ത് ആരും ഉണ്ടാക്കി കണ്ടിട്ടില്ല. അപ്പോൾ ഇതുപോലെ കപ്പലണ്ടി ചേർത്ത് ഉണ്ടാക്കി നോക്കും. നല്ല ടേസ്റ്റ്, കിഡിലും ടേസ്റ്റ് ആയിരിക്കും. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതുപോലെ ഒന്ന് 1 പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. 2 മിനിറ്റ് ഇത് ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം, എന്നിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഡ്രൈ ആയിട്ടുള്ള പാത്രത്തിലോട്ട് ഉടനെ തന്നെ നമുക്ക് മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ ഇതിലിരുന്ന് കരിഞ്ഞു പോവും. ഇനി ഇത് നന്നായിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ മിക്സിയിൽ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1.5 കപ്പ് തേങ്ങയാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. 1 കപ്പ് ഇട്ട് കൊടുത്തു.
തേങ്ങ ചേർക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഉണക്ക തേങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. അതാവുമ്പോൾ കൂടുതൽ ടേസ്റ്റ് കൂടുതൽ കിട്ടും. അപ്പോൾ പണ്ട് കാലത്തൊക്കെ ഉണക്ക തേങ്ങ വെച്ചിട്ടാണ് ചെയ്തിരുന്നത്. ഒരെള്ള് വെച്ചിട്ട് ഈ എള്ള് വറുത്ത് അതിൽ ശർക്കരയൊക്കെ വെച്ച് അല്ലെങ്കിൽ കരിപ്പൊട്ടിയിട്ട് ഇടിച്ചെടുക്കുമ്പോൾ തന്നെ ആ എണ്ണ ഇങ്ങനെ ഊർന്ന് വരുന്നത് കാണാം. അത് കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പോൾ ഒരെള്ളൊന്നുമില്ല. അപ്പം നമ്മൾ സാധാരണ മിക്സിയിൽ വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനി പൊടിച്ചെടുത്തിട്ട് വരാം. ഒരു 3 പ്രാവശ്യം പൾസ് മോഡിലിട്ട് അടിച്ചെടുത്താൽ മതി. ഒരുപാട് അങ്ങ് അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ തേങ്ങ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തേങ്ങ പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ തേങ്ങ ഇതുപോലെ വേണം പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫ്ലെയിം ഓണാക്കി പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഇതിലോട്ട് നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഈ തേങ്ങ ഗോൾഡൻ നിറമാകുന്നത് വരെ നമുക്ക് വറുത്തെടുക്കണം. അപ്പോൾ കുറച്ച് നാൾ കേടുകൂടാതെ വെക്കണമെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഗോൾഡൻ നിറമാകുന്നത് വരെ നമുക്ക് വറുത്തെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ തേങ്ങയുടെ വെള്ളത്തിൻ്റെ അംശം പോകുന്നവരെ ഒന്ന് വറുത്തെടുത്താൽ മതി. ഒരു 2 മിനിറ്റ് ഒക്കെ വറുത്തെടുത്താൽ മതിയാകും. അപ്പോൾ നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ പൗഡറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വറുത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എടുത്താലും മതി. അപ്പോൾ നമ്മുടെ വീട്ടിൽ തേങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കുക. ലൈറ്റ് ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിൽ തന്നെ വെച്ചിരിക്കാൻ പാടില്ല, ഇത് കരിഞ്ഞു പോകും. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് വറുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നല്ലോണം തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പം എള്ള് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക, അതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ കറുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ 1 കപ്പ് കപ്പലണ്ടി വറുത്ത് വെച്ചതിൽ നിന്നും 1/2 കപ്പ് എടുക്കുക. 1/2 കപ്പ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക, 1/2 കപ്പ്. ഇനി ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പം വെള്ളം കപ്പലണ്ടിയും നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഒരുപാട് ഇട്ട് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് വറുത്തെടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പൊടിഞ്ഞു കിട്ടും. അപ്പം ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായ ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് 1 കപ്പ് ശർക്കര. നിങ്ങളുടെ കയ്യിൽ മറ്റേ കരിപ്പൊട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് 3/4 കപ്പ് എടുത്താൽ മതി. അതാകുമ്പോൾ കുറച്ചും കൂടെ മധുരം കൂടുതലാണ്. അപ്പം ഞാനിത് പൊടിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. കല്ലും മണ്ണൊന്നും ഇല്ലാത്ത നല്ല ശർക്കര നോക്കി വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അത് ഇതുപോലെ ഇട്ട് കൊടുക്കാം. നല്ലോണം പൊടിച്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് തേങ്ങയാണ്. ഞാൻ നേരത്തെ 1/2 കപ്പ് തേങ്ങ വറുത്തെടുത്തതിന് ശേഷം കിട്ടിയത് 1 കപ്പാണ്. അതിൽ നിന്നും ഞാൻ ഇവിടെ 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. വറുത്തെടുത്ത 1/2 കപ്പ് തേങ്ങ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതും കൂടി എല്ലാം കൂടി യോജിച്ച് വരത്തക്ക രീതിയിൽ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഇതുപോലെ കയ്യിലെടുത്ത് നമുക്ക് ഉരുട്ടാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കണം. അതുവരെ നമുക്ക് പൊടിച്ചെടുക്കണം. അപ്പോൾ ഉരുട്ടാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 1, 2, 3 ഒന്ന് പൊടിച്ചെടുക്കണം. അതുപോലെ ഇതുപോലെ എണ്ണമയം വന്ന് നമുക്ക് ഉരുട്ടാൻ പാകത്തിന് കിട്ടും. ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് ഇത് മാറ്റാം. ഇനി നമുക്ക് ഒന്നും ചെയ്യാനില്ല. ഇത് നമുക്ക് ഉരുട്ടിയെടുത്താൽ മാത്രം മതി. ചെറിയ ഉരുള വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് എടുത്താൽ മതി. വലുതാണ് വേണമെന്നുണ്ടെങ്കിൽ വലുതായിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് എടുത്ത് നന്നായിട്ട് ഇതാ കണ്ടോ, നമുക്ക് നല്ല ഈസി ആയിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ചേർത്തിട്ടുള്ള അളവുകളെല്ലാം പാകത്തിനുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് അതേപടി ചേർത്ത് കൊടുത്താൽ ഇതുപോലെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള എള്ളുണ്ട നമുക്ക് കിട്ടും. കണ്ടോ, ഉരുട്ടും തോറും നമുക്കിതാ എണ്ണമയം കിട്ടി. അപ്പോൾ ഇങ്ങനെ ഉരുട്ടും തോറും നമുക്ക് എണ്ണമയം വരുന്നത് കണ്ടല്ലോ. അപ്പോൾ ഇതിൽ ഏലക്കാപ്പൊടി നിങ്ങൾക്ക് ചേർക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൊടിക്കുന്ന സമയത്ത് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഏലക്കാപ്പൊടി ഒന്നും തന്നെ ചേർത്തിട്ടില്ല. ഇതുപോലെ വേണം ഉരുട്ടിയെടുക്കാൻ വേണ്ടി. നമ്മൾ ജസ്റ്റ് പിടിക്കുമ്പോൾ തന്നെ ഉരുണ്ട് വരുന്നത് കണ്ടല്ലോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ വേണം ബാക്കിയെല്ലാം നമുക്ക് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു പാത്രത്തിലോട്ട് ഇത് മാറ്റാം. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ഉരുട്ടിയെടുക്കാം. പെട്ടെന്ന് തന്നെ കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകും. കണ്ടോ, നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ബാക്കിയെല്ലാം ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എള്ളുണ്ട എല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും. ഒരുപാട് താമസമൊന്നുമില്ല. നല്ല സോഫ്റ്റാണ്. വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകും. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് എത്രമാത്രം ഉണ്ടെന്ന്. അപ്പോൾ അതാ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് ഇരിക്കും തോറും ഇതിങ്ങനെ തേൻ ഊറി ഊറി വരും. അപ്പോൾ കഴിക്കാനായിട്ട് നല്ല കിടിലൻ ടേസ്റ്റാണ്. ഇരിക്കും തോറും നല്ല ടേസ്റ്റ് കൂടി കൂടി വരും. അപ്പോൾ ഇനി നമ്മൾ രണ്ടാമത്തെ ടൈപ്പ് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് കാണിച്ചു തരാം.
അപ്പോൾ നമ്മുടെ വെള്ള എള്ളും നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു മിക്സിയിലെ ജാറിലോട്ട് ഈ വെള്ള എള്ള് ഇട്ട് കൊടുക്കുക. ഇതും നന്നായിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് നേരത്തെ ഇട്ടതുപോലെ തന്നെ 1 കപ്പ് കപ്പലണ്ടി അതും കൂടി ഇട്ട് ഇത് നന്നായിട്ട് നമ്മൾ പൊടിച്ചെടുക്കണം. ഇത് പൊടിച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ വറുത്തെടുത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പൊടിഞ്ഞ് കിട്ടും. ഇനി നമ്മൾ വറുത്ത് മാറ്റി വെച്ച ബാക്കിയുള്ള തേങ്ങയാണ് അത് 1/2 കപ്പ് അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര ചേർത്ത് കൊടുക്കാം. അടുത്തത് ശർക്കരയാണല്ലോ. അപ്പം നമ്മൾ ശർക്കര എപ്പോഴും നല്ലോണം പൊടിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അത് 1 കപ്പ്. അപ്പോൾ 1 കപ്പ് എള്ളിന് 1 കപ്പ് ശർക്കരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ സമയത്ത് നമുക്ക് ഏലക്കാപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ എള്ളിന്റെ ടേസ്റ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞ അളവ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. 1 കപ്പ് എള്ളിന് 1/4 കപ്പ് തേങ്ങ എടുക്കുക വറുക്കാൻ വേണ്ടിയിട്ട്, 1/2 കപ്പ് കപ്പലണ്ടി എടുക്കുക, അതുപോലെ തന്നെ 1 കപ്പ് ശർക്കര. ഇതാണ് കറക്റ്റ് അളവ്. നന്നായിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. ഉരുട്ടാൻ പാകത്തിന് നമുക്ക് ആയി കിട്ടുമല്ലോ, അതിന്റെ രീതിയിൽ പൊടിച്ചെടുക്കുക. ഇത് മുഴുവനും നിങ്ങൾക്ക് പൊടിച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുറേശ്ശെ പകുതി ഇട്ട് വേണം പൊടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഇത് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പൊ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഉരുട്ടാൻ പാകത്തിന് എപ്പോഴാണ് കിട്ടുന്നത് അതുവരെ നമ്മൾ പൊടിച്ചെടുക്കണം. ഒരേ സ്പീഡിലിട്ട് അങ്ങ് പൊടിക്കാൻ പാടില്ല. ആദ്യം കുറച്ചൊന്ന് പൊടിച്ച് കുറച്ച് കയ്യിൽ വെച്ച് ഒന്ന് ഉരുട്ടി നോക്കുക. ഉരുട്ടിയെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പൊ നമ്മളെ കയ്യിൽ വെച്ച് ഉരുട്ടാൻ പാകത്തിന് എപ്പോഴാണ് കിട്ടുന്നത് അവിടെ വെച്ച് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. ഇത് നമുക്ക് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തു. ഇനി നമ്മളെ ഇഷ്ടമുള്ള വലിപ്പത്തിനനുസരിച്ച് ഉരുട്ടിയെടുത്താൽ മതി. ചെറുതാണെങ്കിൽ ചെറുത്, വലുതാണെങ്കിൽ വലുതായിട്ട് എങ്ങനെ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ഉരുട്ടും തോറും നമ്മുടെ കയ്യിൽ എണ്ണമയം ഇങ്ങനെ വരും. അതുകൊണ്ട് നെയ്യോ എണ്ണയോ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റാണ്. അപ്പോൾ കണ്ടോ, നമ്മളിങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കും തോറും എണ്ണ ഇതിൽ നിന്നും വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതുപോലെ വേണം ബാക്കിയെല്ലാം നമുക്ക് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഉരുട്ടുമ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ല സോഫ്റ്റാണ്. കറക്റ്റ് രീതിയിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ അളവുകൾ അതേ രീതിയിലെടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള എള്ളുണ്ട നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ അതെല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകും. അത്ര നല്ല സോഫ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നല്ല സ്വാദാണ്. അപ്പോൾ ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്ന്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല പോഷക ഗുണങ്ങളുള്ള ഈ എള്ളുണ്ട നിങ്ങൾ രണ്ടും തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വെള്ള എള്ളുണ്ടെങ്കിൽ അത് ചെയ്യുക, അല്ല കറുത്ത എള്ളുണ്ടെങ്കിൽ അത് ചെയ്യുക. രണ്ടിൻ്റെയും റെസിപ്പി ഞാൻ കാണിച്ചിട്ടുണ്ട്. ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയ എള്ളുണ്ട 2 രീതിയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്